ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമ്മുടെ 24/7 മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി കറണ്ട് അഫയർ ക്ലാസ്സിലേക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീക്കിലി റൗണ്ട് അപ്പ് ആണ്. അപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യമാവുന്ന ഒരു ദിവസം കൂടിയാണ് എപ്പോഴും ഞാൻ പറയുന്നതാണ്. അപ്പോൾ റിവിഷൻ ക്ലാസ് ആണെന്ന് കരുതി ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ട് എന്നുള്ളത് സ്വയം ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാം ഓർമ്മയിൽ വന്നവർ, എല്ലാം ഓർമ്മയിൽ ഉണ്ടായിരുന്നു എന്നുള്ളവർ എന്ത് ചെയ്യണം? നമ്മുടെ വീഡിയോയ്ക്ക് താഴെ എല്ലാം കിട്ടി, എല്ലാം ഓർമ്മയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ വീക്ക്ലി റൗണ്ടപ്പിന്റെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ അഡ 24/7 മലയാളം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കേരള എന്ന് തന്നെയാണോ കിടക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ കേരള എന്ന് തന്നെയാണോ കിടക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് കൺഫേം ചെയ്യുക. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സിൻഷി മിസ് ഫ്രീ PDF ഫോൾഡർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി റൗണ്ടപ്പിന്റെ നോട്ട് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: 2034 ലോകകപ്പ് ഫുട്ബോൾ വേദി എവിടെയാണ്? ഒരുപാട് സമയം തരില്ല, എല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് വളരെ സ്പീഡായിരിക്കും. നമ്മുടെ ക്വിക്ക് റിവിഷൻ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ആൻസർ എന്താണ്? 2034 ലോകകപ്പ് ഫുട്ബോൾ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? സൗദി അറേബ്യ അല്ലെ? സൗദി അറേബ്യ. 2034 ലോകകപ്പ് ഫുട്ബോൾ വേദി എവിടെയാണ്? സൗദി അറേബ്യ ആണ്. അടുത്തത്, US ചരിത്രത്തിൽ ആദ്യമായി വിലക്ക് ഏർപ്പെടുത്തുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരാണ്? US ചരിത്രത്തിൽ ആദ്യമായി വിലക്ക് ഏർപ്പെടുത്തുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഡൊണാൾഡ് ട്രംപ് ആണ് US ചരിത്രത്തിൽ ആദ്യമായി വിലക്ക് ഏർപ്പെടുത്തുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. ഡൊണാൾഡ് ട്രംപ് ആണ്. അടുത്തത്, 2023 അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജംപ് താരം ആരാണ്? 2023 അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജംപ് താരം ആരാണ്? എന്താണ് ആൻസർ? ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, മുരളി ശ്രീശങ്കർ. ആരാണ്? മുരളി ശ്രീശങ്കർ ആണ്. 2023 അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജംപ് താരം ആരാണ്? മുരളി ശ്രീശങ്കർ. മുരളി ശ്രീശങ്കർ ആണ്. അടുത്തത്, 2023 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? 2023 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? എന്താണ് ആൻസർ? ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് അല്ലെ? എന്താണ്? മുഹമ്മദ് ഷമി. ആരാണ്? മുഹമ്മദ് ഷമി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 2023 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? മുഹമ്മദ് ഷമി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ കബഡി ടീമിന്റെ പരിശീലകൻ ആരാണ്? ദ്രോണാചാര്യ ലൈഫ് ടൈം പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ കബഡി ടീമിന്റെ പരിശീലകൻ ആരാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. എന്താണ്? ഇ ഭാസ്കരൻ അല്ലെ? ഇ ഭാസ്കരൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2023 അർഹരായവർ ആരൊക്കെയാണ്? ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി, സാത്വിക് സായിരാജ് എന്നുള്ളത് ഓർത്തിരിക്കുക. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2023 ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി, സാത്വിക് സായ് രാജ് എന്നുള്ളത് ഓർത്തിരിക്കുക. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2023 അർഹരായ ആളുകളാണ് ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി, സാത്വിക് സായിരാജ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, DRDO വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കുന്ന ആദ്യ തദ്ദേശീയ ഡ്രോൺ. DRDO വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കുന്ന ആദ്യ തദ്ദേശീയ ഡ്രോൺ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഓർത്തിരിക്കുക, സ്വിഫ്റ്റ് ആണ്. എന്താണ്? സ്വിഫ്റ്റ് ആണ് കേട്ടോ. സ്വിഫ്റ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. DRDO വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കുന്ന ആദ്യ തദ്ദേശീയ ഡ്രോൺ ഏതാണ്? സ്വിഫ്റ്റ്. അടുത്തത്, ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ മീഥേൻ റോക്കറ്റായ സുക് 2 വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ മീഥേൻ റോക്കറ്റായ സുക് 2 വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഇത് രാജ്യമാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ചൈനയാണ്. സുക് 2 അല്ലെ? സുക് 2 വിക്ഷേപിച്ചത് ചൈനയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ലോകത്തിലെ ആദ്യ ലിക്വിഡ് ഓക്സിജൻ മീഥേൻ റോക്കറ്റായ സുക് 2 വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. അടുത്തത്, രാജ്യത്ത് കോവിഡ് ഉപവകഭേദം JN1 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് കോവിഡ് ഉപവകഭേദം JN1 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അറിഞ്ഞിരിക്കുക. ഏതാണ്? നമ്മുടെ കേരളമാണ്. കേരളത്തിൽ എവിടെയാണ്? തിരുവനന്തപുരത്താണ് എന്നുള്ളതും ഓർത്തിരിക്കുക കേട്ടോ. രാജ്യത്ത് കോവിഡ് ഉപവകഭേദം JN1 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. അടുത്തത്, 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കാൻ ഒരുങ്ങുന്ന രാജ്യം.
16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. എന്താണ് ആൻസർ? ബ്രിട്ടൻ ആണ് അല്ലെ? ബ്രിട്ടൻ എന്നുള്ളത് ഓർത്തിരിക്കുക. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രിട്ടൻ ആണ് നമ്മുടെ ആൻസർ. ബ്രിട്ടൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് 2023 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ. 2023 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കളായത് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? 2023 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കളായത് ഹരിയാന. ആരാണ്? ഹരിയാന എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. 2023 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കളായത് ഹരിയാനയാണ്. ഹരിയാന എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസിന് ജയിച്ച രാജ്യം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീം. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസിന് ജയിച്ച രാജ്യം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീം ഏത് ടീമാണ്? എന്താണ് ആൻസർ? നമ്മുടെ ഇന്ത്യ എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസിന് വിജയിച്ച രാജ്യം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീമാണ് ഇന്ത്യൻ ടീം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് 2023 ഡിസംബറിൽ UAE പരാജയപ്പെടുത്തി അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളായത് ആരാണ്? 2023 ഡിസംബറിൽ UAE പരാജയപ്പെടുത്തി അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളായത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ്? ഡിസംബറിൽ UAE ആണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളായത്. ആരാണ്? ബംഗ്ലാദേശ് അല്ലെ? ബംഗ്ലാദേശ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പരാജയപ്പെടുത്തി UAE ആണ് പരാജയപ്പെടുത്തി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 2023 ഡിസംബറിൽ UAE പരാജയപ്പെടുത്തി അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളായത് ആരാണ്? ബംഗ്ലാദേശ് ആണ്. അടുത്തത് കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? പെട്ടെന്ന് ആൻസേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക. എല്ലാം നമ്മൾ പഠിച്ചതാണ്. ആരാണ്? സുധീർനാഥ് ആണ് അല്ലെ? കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സുധീർനാഥ് ആണ്. അടുത്ത ChatGPTക്ക് ഇന്ത്യയിൽ നിന്നൊരു എതിരാളി വരുന്നു. കൃത്രിം എന്ന ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം വികസിപ്പിച്ച ഓൺലൈൻ ടാക്സിയിലൂടെയും ഈ സ്കൂട്ടറുകളിലൂടെയും ശ്രദ്ധേയമായ ഇന്ത്യൻ കമ്പനി ഏതാണ്? കൃത്രിം വികസിപ്പിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ്? ഓല അല്ലെ? ഓലയാണ് നമ്മുടെ ആൻസർ. ഓല എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. കൃത്രിം എന്ന ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം വികസിപ്പിച്ച ഓൺലൈൻ ടാക്സിയിലൂടെയും ഈ സ്കൂട്ടറുകളിലൂടെയും ശ്രദ്ധേയമായ ഇന്ത്യൻ കമ്പനി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത 2025 മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം. 2025 മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഗ്രീൻ ടാക്സ്. വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമാണ് ഡെൻമാർക്ക് അല്ലെ? ഡെൻമാർക്ക് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 2025 മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമാണ് ഡെൻമാർക്ക്. അടുത്തത് പൗര കേന്ദ്രീകൃത സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഭഗവന്ത് മാൻ സർക്കാർ തുഹാദെ ദ്വാർ എന്ന പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. പൗര കേന്ദ്രീകൃത സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഭഗവന്ത് മാൻ, ഈ ഒരു പേരറിയുന്നവർക്ക് ഇദ്ദേഹം ആരാ എന്നറിയുന്നവർക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലെത്താം അല്ലെ? ആൻസർ എന്താണ്? പഞ്ചാബ് ആണ് അല്ലെ? പഞ്ചാബ് എന്നുള്ളത് പഞ്ചാബ് CM ആണ് ഭഗവന്ത് മാൻ അല്ലെ? അപ്പൊ പൗര കേന്ദ്രീകൃത സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഭഗവന്ത് മാൻ സർക്കാർ തുഹാദെ ദ്വാർ എന്ന പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ പഞ്ചാബ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും PM കോളേജ് ഓഫ് എക്സലൻസ് സ്ഥാപിക്കാൻ അടുത്തിടെ തീരുമാനിച്ച സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും PM കോളേജ് ഓഫ് എക്സലൻസ് സ്ഥാപിക്കാൻ അടുത്തിടെ തീരുമാനിച്ച സംസ്ഥാനം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അറിഞ്ഞിരിക്കുക. എന്താണ്? മധ്യപ്രദേശ് അല്ലെ? മധ്യപ്രദേശ് എന്നുള്ളത് ഓർത്തിരിക്കുക. PM കോളേജ് ഓഫ് എക്സലൻസ് സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. അടുത്തത് ഇന്റർനാഷണൽ ജെൻഡർ ഇക്വാലിറ്റി പ്രൈസ് 2023 ലഭിച്ചത്. ഇന്റർനാഷണൽ ജെൻഡർ ഇക്വാലിറ്റി പ്രൈസ് 2023 ലഭിച്ചത് അഫ്ഗാൻ വുമൺ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിനാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അഫ്ഗാൻ വുമൺ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിനാണ് ഇന്റർനാഷണൽ ജെൻഡർ ഇക്വാലിറ്റി പ്രൈസ് 2023 ലഭിച്ചത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് രാജ്യാന്തര ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റുകൾ തികയ്ക്കുന്ന 8ാമത്തെ താരമായി മാറിയത്. രാജ്യാന്തര ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റുകൾ തികയ്ക്കുന്ന 8ാമത്തെ താരമായി മാറിയത്. ചെറിയൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ഫുട്ബോൾ ജേതാക്കളായത് ആരാണ്? ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ഫുട്ബോളിൽ ജേതാക്കളായത് ആര് എന്നുള്ളതാണ് ചോദ്യം. കേരളമാണ് നമ്മുടെ ആൻസർ. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ഫുട്ബോളിൽ ജേതാക്കളായത് ആരാണ്? കേരളമാണ്. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ഫുട്ബോളിൽ ജേതാക്കളായത് കേരളമാണ്.
അടുത്തത് 2023 ഡിസംബറിൽ വിവിധ മേഖലകളിലെ സഹകരണത്തിനായി ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച ഗൾഫ് രാജ്യം ഏതാണ്? 2023 ഡിസംബറിൽ വിവിധ മേഖലകളിലെ സഹകരണത്തിനായി ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച ഗൾഫ് രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഒമാൻ ആണ്. ഒമാൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. 2023 ഡിസംബറിൽ വിവിധ മേഖലകളിലെ സഹകരണത്തിനായി ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച ഗൾഫ് രാജ്യം ഏതാണ്? ഒമാൻ ആണ്. അടുത്തത് 2023 ഡിസംബറിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ അടക്കം 33 രാജ്യങ്ങൾക്ക് വിസ ഒഴിവാക്കിയ ഏഷ്യൻ രാജ്യം. 2023 ഡിസംബറിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ അടക്കം 33 രാജ്യങ്ങൾക്ക് വിസ ഒഴിവാക്കിയ ഏഷ്യൻ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഇറാൻ ആണ്. ഇറാൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. 2023 ഡിസംബറിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ അടക്കം 33 രാജ്യങ്ങൾക്ക് വിസ ഒഴിവാക്കിയ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇറാൻ ആണ്. അടുത്തത് 2023 ഡിസംബറിൽ അന്തരിച്ച തത്വചിന്തകനും രാഷ്ട്രീയ സൈദ്ധാന്തികനുമായ അന്റോണിയോ നെഗ്രി ഏത് രാജ്യക്കാരനാണ് എന്നുള്ളതാണ് ചോദ്യം. 2023 ഡിസംബറിൽ അന്തരിച്ച തത്വചിന്തകനും രാഷ്ട്രീയ സൈദ്ധാന്തികനുമായ അന്റോണിയോ നെഗ്രി ഏത് രാജ്യക്കാരനാണ്? ഇറ്റലി. ഇറ്റലി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇറ്റലിയാണ്. 2023 ഡിസംബറിൽ അന്തരിച്ച തത്വചിന്തകനും രാഷ്ട്രീയ സൈദ്ധാന്തികനുമായ അന്റോണിയോ നെഗ്രി ഏത് രാജ്യക്കാരനാണ്? ഇറ്റലിക്കാരനാണ്. അടുത്തത് 2023 ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പരാദജീവി ഏതാണ്? പേര് ഓർമ്മയുണ്ടോ? എന്താണ് പേര്? എൽത്തുസ നെമോ അല്ലെ? എൽത്തുസ നെമോ എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. 2023 ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പരാദജീവിയാണ് ഏതെന്ന് പറയുന്നത്? എൽത്തൂസ നെമോ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ്? ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ്? ഡിസംബർ 22. ഡിസംബർ 22-നാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ഇന്ത്യൻ സ്കിൽസ് റിപ്പോർട്ട് പ്രകാരം പഠനം പൂർത്തിയാക്കി തൊഴിൽ രംഗത്തായി ഇറങ്ങുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യുവാക്കൾ ലിംഗഭേദമന്യേ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ആൻസർ? എന്തായിരുന്നു? നമ്മുടെ കേരളം. നമ്മുടെ കേരളമാണ്. അടുത്തത് 2024 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി വരുന്ന ഇമ്മാനുവൽ മെക്രോൺ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്? ഇമ്മാനുവൽ മെക്രോൺ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്? ഫ്രാൻസ് പ്രസിഡന്റ് ആണ്. ഫ്രാൻസ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിനായി അക്ഷയ ജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ല ഏത് ജില്ലയാണ്? അക്ഷയ ജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ല ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? പാലക്കാടാണ്. അടുത്തത് 2023 ഡിസംബറിൽ അറബിക്കടലിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ചരക്ക് കപ്പൽ ഏതാണ്? 2023 ഡിസംബറിൽ അറബിക്കടലിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ചരക്ക് കപ്പൽ ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? MV റൂവൻ അല്ലെ? NV റൂവൻ ആണ്. MV റൂവൻ ആണ്. 2023 ഡിസംബറിൽ അറബിക്കടലിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ചരക്ക് കപ്പൽ ഏതാണ്? MV റൂവൻ. MV റൂവൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് ITTF ഗവേണിംഗ് ബോർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ ITTF ഗവേണിംഗ് ബോർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ വിറ്റ ഡാനി. ആരാണ്? വിറ്റ ഡാനി കേട്ടോ. വിറ്റ ഡാനി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനാകുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനാകുന്നത് ആരാണ്? പ്രമോദ് അഗർവാൾ അല്ലെ? പ്രമോദ് അഗർവാൾ എന്നുള്ളത് ഓർത്തിരിക്കുക. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനാകുന്നത് പ്രമോദ് അഗർവാൾ ആണ്. അടുത്ത രാജ്യത്തെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം നിലവിൽ വരുന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. കന്യാകുമാരി. കന്യാകുമാരി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത 2023 ഡിസംബറിൽ അന്തരിച്ച തിച്ചൂർ മോഹൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023 ഡിസംബറിൽ അന്തരിച്ച തിച്ചൂർ മോഹനൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ്? ആൻസർ ഇടയ്ക്ക അല്ലെ? ഇടയ്ക്ക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് 5G ഡൗൺലോഡ് വേഗത്തിൽ ആദ്യ 10 ഇന്ത്യ ഇടം പിടിച്ചു. ഒന്നാമതെത്തിയ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ UAE എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 5G ഡൗൺലോഡ് വേഗത്തിൽ ആദ്യ 10 ഇന്ത്യ ഇടം പിടിച്ചു. ഒന്നാമതെത്തിയ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് പ്രകാരം UAE എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും ഉത്തരം കിട്ടിയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം കൂടെ പറയാൻ, അഡാപ്റ്റ് ഫോഴ്സ് മലയാളത്തിൽ LDC ഉദ്യോഗ ബാച്ച് 2024 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവിടെ ലൈവ് ആയിട്ടായിരിക്കും ലഭിക്കുന്നത്. ലൈവ് ക്ലാസ് കാണാൻ സാധിക്കാത്ത ആളുകൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുപോലെ ഇ ബുക്ക്, ടെസ്റ്റ് സീരീസ്, SCRT വീഡിയോ കോഴ്സ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനൊപ്പം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിന്റെ ഈ ഒരു കോഴ്സിന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ കൂപ്പൺ കോഡ് അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണാം. അത് റിമൂവ് ചെയ്തിട്ട് Y670 എന്ന ഫാക്കൽറ്റി കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. എക്സാംസ് അവൈലബിൾ ആണ്. എല്ലാം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്.
അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടി നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഹോമിൽ നിങ്ങൾക്ക് ഇവിടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് കാണാം, ഡെയിലി ക്വിസ് എന്ന് പറഞ്ഞ് കാണാം, പിന്നെ അതേ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് കാണാം. അതിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം അവൈലബിൾ ആണ്. മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടി നമ്മുടെ അഡാപ്റ്റ് 24/7 മലയാളം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ പറഞ്ഞത് മറക്കരുത്. എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ കിട്ടിയ ആളുകളൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ, അതിൽ എക്സ്പ്ലോർ ഗ്രൂപ്പ്, അതിൽ സിൻഷീമിസ് ഫ്രീ PDF, അതിൽ നിങ്ങൾക്ക് നോട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്